ഹലോ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. മക്കളെ, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ +2 സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠനമെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയായിരിക്കും. നമ്മുടെ എക്സാം അടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ ഇനി പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി എസ്സേ ആണ് എനിക്ക് ഉള്ളത്. എസ്സേ കണ്ടുപിടിച്ചാൽ, എസ്സേ അറിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വിശ്വാസമുള്ളവരൊക്കെ ഉണ്ടാകും. എസ്സേ നമുക്കറിയാം 8 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ 2 മാർക്കിന് എസ്സേ നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 8 to 16 അല്ലേ മാർക്ക് നമുക്ക് അവിടെ നേടാം. എസ്സേ മാത്രമല്ല, ബാക്കി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 50 മാർക്കിൻ്റെ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എസ്സേകൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് എസ്സേകൾ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ നമുക്കതൊന്നും കൂടെ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന് മുന്നേ നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ ന്യൂ ക്രാഷ് ബാച്ചിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലൊരു ഗൂഗിൾ ഫോം ഉണ്ട്. എല്ലാവരും ഫില്ല് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും. എങ്കിലും ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ദെൻ ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 1000 സ്റ്റുഡൻസിനാണ് നമ്മുടെ ഈ ഒരു ഓഫറിൽ നമുക്ക് എന്ത് ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുക 1799 അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾ ഇതുവരെ ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ, സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഓക്കെ ഓൾറെഡി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സസ്, ദെൻ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആൻഡ് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമാണ് നമ്മുടെ ലക്ഷ്യം. മോഡൽ കഴിഞ്ഞു അല്ലേ, മോഡൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം, എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പബ്ലിക്കാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്കൊരു പരീക്ഷ നമ്മുടെ ലൈഫിലില്ല. നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ആകും, മാർക്കാകും നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് എന്തായാലും എപ്പോഴും ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, വിവിധ തരം സാമൂഹിക പ്രസ്ഥാനങ്ങളെ ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഈ ഒരു ടോപ്പിക് ഓക്കെ, ടൈപ്പ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നമ്മുടെ സോഷ്യൽ മൂവ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസോളം നമുക്ക് എസ്സേ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ വരുള്ളൂ, 2 ഒരുമിച്ച് വരില്ല. കാരണം വേറെയും നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട് എസ്സേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ഓക്കെ, പലതരം സാമൂഹിക പ്രസ്ഥാനങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് റിഡംപ്റ്റീവ് ഓർ ട്രാൻസ്ഫോർമേറ്ററി സോഷ്യൽ മൂവ്മെൻറ്റ്. ഓക്കെ, വിവേചനാത്മകമായ അഥവാ പരിവർത്തനാത്മകമായ സാമൂഹിക പ്രസ്ഥാനങ്ങൾ. ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക മക്കളെ, നമ്മൾ ഈ എസ്സേ എന്ന് പറയുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇങ്ങനെ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ റിഡംപ്റ്റീവ് സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണ്, ഒരു 2 മാർക്ക് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും എഴുതാൻ പറ്റണം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആണ് റിഫോമിസ്റ്റ് സോഷ്യൽ മൂവ്മെൻറ്റ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ ഇത് എഴുതുമ്പോൾ എന്താണ് റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് എഴുതിയത് മാത്രം പോരാ, ഇവിടെ എക്സാമ്പിൾസിന് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാമ്പിൾ വെച്ച് നമ്മൾ എഴുതുമ്പോഴേ നമുക്കറിയാം 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിൻ്റേത് മാത്രമല്ല, എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ എന്താണ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് റിഫോമിസ്റ്റ് സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പഠിച്ചിട്ട് കാര്യമില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അത് എന്താണെന്ന് എഴുതിയാൽ 2 or 3 കിട്ടും. പക്ഷെ നമുക്ക് അതൊരു ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പരിഷ്കരണാത്മക സാമൂഹിക പ്രസ്ഥാനങ്ങൾ അത് എന്താണെന്നുള്ളത് അല്ലേ ഇവിടെ പറയുന്നുണ്ട്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇറ്റ് അറ്റംപ്റ്റ് ടു മേഡ് ടു ചേഞ്ച് prevalent social and political arrangements. This is a gradual process and not through sudden reaction. നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ ക്രമീകരണങ്ങൾ പടിപടിയായുള്ള ഒരു മാറ്റങ്ങൾ
കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിഷ്കരണാത്മകമായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നുള്ളത്. അതിനൊരു എക്സാമ്പിളാണ്. ഇപ്പം നമ്മളിത് എക്സാമ്പിൾ വെച്ച് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ ഒരു എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ അതിന് വേണ്ടിയിട്ട്. ദെൻ ഫസ്റ്റ് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ അത് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെ വർഷമാണ്, അല്ലെങ്കിൽ ആരാണ് സമരം ചെയ്ത നായകന് അല്ലേ? അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റേറ്റുകളുടെയും ഭാഷാടിസ്ഥാനത്തിലുള്ള വരവുകളൊക്കെ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത മൂന്നാമത്തെ ഒരു മൂവ്മെൻ്റ് ആണ് റെവല്യൂഷണറി സോഷ്യൽ മൂവ്മെൻറ്റ്. ഓക്കെ, വിപ്ലവാത്മകമായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ. അതിലിവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോന്നും നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. അടുത്ത തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻ്റ് ആണ്. അതും നമ്മുടെ ഈ സോഷ്യൽ മൂവ്മെൻറ്റിലുള്ള പഠിക്കാനുള്ള തിയറീസ്, നമുക്കൊരു 3 തിയറീസോളം പഠിക്കാണ്ട്. അതൊരു എസ്സേ ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ ഈസ് ദ തിയറി ഓഫ് റിലേറ്റീവ് ഡെപ്രിവേഷൻ ആണ്. ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം. ഇവിടെ പറയുന്നുണ്ട്, ഒരു സാമൂഹിക വിഭാഗം മറ്റുള്ളവരേക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുന്നത് എന്നാണ് റിലേറ്റീവ് ഡിപ്രസിവേഷൻ തിയറീസുകാർ എന്ത് ചെയ്യണത് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. അടുത്തൊരു തിയറിയാണ് മാൻഗർ ഓൾസൺസ് തിയറി. ഓക്കെ, മാൻഗർ ഓൾസന്റെ സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുക്ക് ഉണ്ട്. ഓക്കെ, ബുക്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എവിടെ പ്രതീക്ഷിക്കാം? ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ. അടുത്തത് തിയറിയാണ് റിസോഴ്സസ് മൊബിലൈസേഷൻ തിയറി. ഓക്കെ, വിഭവ സജ്ജീകരണ സിദ്ധാന്തമാണ്. ഇവിടെ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത് മക്കാർത്തി ആൻഡ് സാൽ. ഓക്കെ, അപ്പോൾ ഈ തിയറി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്കാണ്, എപ്പോഴും നമ്മൾ എസ്സേ ആയിട്ട് കാണാറുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് ഈ എക്സാമിന് പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ ദ മേജർ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക. അറിയാലോ, 1960കളിലും 70കളിലുമാണ് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു കാർഷിക നവീകരണ പരിഷ്കരണ പരിപാടിയാണ് ഏത്? ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് HIV സീഡ്സിൻ്റെ വരവ്, അതുപോലെ തന്നെ കർഷകർക്ക് ഒരുപാട് നമ്മുടെ ന്യൂ ടെക്നോളജീസ്, മെഷീൻസ്, ടൂൾസ്, രാസവളങ്ങൾ, കീടനാശിനികൾ അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്തെങ്കിലും എല്ലാ കർഷകർക്കും വാങ്ങാനുള്ള ശേഷി അല്ലേ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കൃഷി ഉൽപാദനം അല്ലേ വർദ്ധിക്കുന്നുണ്ട്. കാരണം HIV സീഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുന്ന വിത്തുകളാണ്. മാത്രമല്ല നല്ല ഇരട്ടി നമുക്ക് വിളവ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രോത്ത് ഓഫ് ദി റിച്ച് ഫാമർ ക്ലാസ് അല്ലേ, അപ്പോൾ ഒരു പുവർ ഫാർമേഴ്സും റിച്ച് ഫാർമേഴ്സും തമ്മിലൊരു വിഭാഗം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ ഇൻക്രീസ് ഇൻ സോഷ്യൽ ആൻഡ് ഇക്കോണമിക് ഇനീക്വാലിറ്റി. ഓക്കെ, ഇങ്ങനെ ഒരു രണ്ട് വിഭാഗം കർഷകർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇനീക്വാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചേഞ്ച് ഇൻ റൂറൽ പവർ സ്ട്രക്ചർ. ഇപ്പോൾ ഗ്രാമത്തിൻ്റെ അധികാര ഘടനയിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ റീജിയണൽ ഇംബാലൻസ്. ഓക്കെ, ഇപ്പോൾ പ്രദേശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ, ഇപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിച്ച സ്റ്റേറ്റും എന്നാൽ അത് വാങ്ങിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഗുണങ്ങൾ ലഭിക്കാത്ത പ്രദേശങ്ങളും തമ്മിൽ അല്ലേ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങൾ ഇതിന് നേട്ടം നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് നേട്ടം ലഭിക്കാത്ത സംസ്ഥാനങ്ങൾ അല്ലേ പിന്നോക്കമായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ വേറൊരു രീതിയിൽ എസ്സേ കാണാറുണ്ട്. ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ
റൂറൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എങ്ങനെയായിരുന്നു? അത് എല്ലാ ജനങ്ങളിലോട്ടും നമുക്കറിയാം പോസിറ്റീവായിട്ട് എല്ലാവരിലോട്ടും എത്തിയിട്ടില്ല. നമ്മൾ ആ ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ജനങ്ങളിലോട്ട് അത് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയും എസ്സേ പ്രതീക്ഷിക്കാം. രണ്ടും ഒരുമിച്ച് ചോദിക്കില്ല, ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. ഇതെന്തായാലും പഠിച്ചോളൂ, എക്സാമിന് പ്രതീക്ഷിക്കാം. ദെൻ അതിലൊന്ന് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്. സോഷ്യൽ ഇനീക്വാലിറ്റി അല്ലെ, പ്രാദേശിക അസമത്വങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ വരുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഡാമേജസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലഷൻസ് വരുന്നുണ്ട്. അതേപോലെ മോണോകൾച്ചർ, ലോസ് ഓഫ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി, വിള വൈവിധ്യത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡെപ്റ്റൻസസ് എമംഗ് ദി ഫാർമേഴ്സ്, ഇപ്പോൾ കർഷകരുടെ ഒരു കടബാധ്യതയിലോട്ട് ഇത് അല്ലേ, അവരൊരു ആത്മഹത്യയുടെ വക്കിലോട്ട് വരെ ഇത് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്കാണ് എക്സാമിൻ ദ റോൾ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് വിത്ത് റെഫറൻസ് ഇൻ ദെയർ അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. എപ്പോഴും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എസ്സേ കാണാം. ഇപ്പോൾ നിങ്ങൾ പബ്ലിക്കിന് പഠിക്കുകയാണെങ്കിലും നമുക്ക് ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കും, കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, പഞ്ചായത്ത് രാജ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയിൽ ഒരു അധികാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഗ്രാമതലത്തിലുള്ള റോഡുകൾ അല്ലേ, ഗ്രാമീണ റോഡുകൾ, കുടിവെള്ളം, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ ആരുടെ ഡ്യൂട്ടിയാണ്? ഇവരുടെ ഡ്യൂട്ടിയാണ്. ദെൻ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാർഷിക വികസന പദ്ധതി തയ്യാറാക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ സേവനങ്ങളൊക്കെ ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്നുണ്ട്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിൽ വാർഷിക ബജറ്റ് തയ്യാറാക്കൽ, ദെൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും വികസനത്തിനുള്ള ഫണ്ട് ശേഖരണം, അതുപോലെ നാട്ടു താൽപ്പര്യമുള്ള നികുതികൾ, ഫീസ്, സർവീസ് ചാർജുകൾ എന്നിവ വഴി വരുമാനം സമാഹരിക്കലും ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിമൻസിന് വേണ്ടി അല്ലെങ്കിൽ SC, ST, OBC എന്നിവയ്ക്ക് ലഭിക്കേണ്ട വികസന നേട്ടങ്ങൾ ഉറപ്പുവരുത്തൽ, ഗ്രാമസഭയുടെ മുഖേന ജനങ്ങൾ നേരിലുള്ള പങ്കാളിത്തം നൽകൽ, ആരോഗ്യം, പോഷണം, വനിതാ ശാക്തീകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കലൊക്കെ ഇവരുടെ ഡ്യൂട്ടീസാണ്. അടുത്ത പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്കാണ് ദെൻ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയും അതുപോലെ മാൽത്തൂസിയൻ്റെ തിയറി ഓഫ് പോപ്പുലേഷനും എന്താണ്? എസ്സേ ടോപ്പിക്കാണ്. അറിയാലോ, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ വാരൻ തോംസൺ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 3 സ്റ്റേജസ് ഒക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ തോമസ് റോബർട്ട് മാൽത്തൂസിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത് തിയറി, അദ്ദേഹത്തിൻ്റെ ബുക്ക് എസ്സേ ഓൺ പോപ്പുലേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അദ്ദേഹം പറയുന്നില്ലേ ജിയോമെട്രിക് പ്രോഗ്രഷന്, അരിതമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ അല്ലേ. അപ്പോൾ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്. എന്നാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അവിടെ ഏത് രീതിയിലാണ് വരുന്നത്? അരിതമെറ്റിക് പ്രോഗ്രഷൻ. 1 വേർഡൊക്കെ ആയിട്ട് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുവാനുള്ള മാർഗങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അടുത്തതൊരു എസ്സേ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, അതൊരു എസ്സേ ആയിട്ടും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം അറിയാലോ, നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലേ, ജനനം കൊണ്ടാണ് അല്ലേ എന്ത് ജാതി നിശ്ചയിക്കപ്പെടുന്നത്. ജാതി ഗ്രൂപ്പുകൾ സ്വവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും വിവാഹം സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമല്ല അവർക്ക് എൻഡോഗമി ഫോളോ ചെയ്യണം. ജാതിയിലെ അംഗങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, അതുപോലെ എന്ത് കഴിക്കാൻ പാടില്ല, ഏത് തൊഴിൽ ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്കാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലി അല്ലേ, പഠിക്കാനുണ്ട്. എന്താണ് ഫാമിലി, അതുപോലെ ന്യൂക്ലിയർ ഫാമിലി, ഓക്കെ, അതുപോലെ ജോയിൻറ്റ് ഫാമിലി, ദെൻ എക്സ്റ്റെൻഡ് ഫാമിലി, ദെൻ അതേപോലെ തന്നെ നമ്മൾ മാട്രിലീനിയൽ ഫാമിലി, ഓക്കെ, പാട്രിലീനിയൽ ഫാമിലി,
മാതൃവംശ കുടുംബം, പിതൃവംശ കുടുംബം. ദെൻ മാട്രിയാർക്കൽ ആൻഡ് പാട്രിയാർക്കൽ ഫാമിലീസ്, മാതൃത്വാധിപത്യം, പിതൃത്വാധിപത്യ കുടുംബങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കുക. എസ് എ ടോപ്പിക്കാണ്. അതുപോലെ അടുത്തൊരു എസ് എ ടോപ്പിക്കാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി. ഇത് രണ്ടും കൂടെയായിട്ട് എസ് എ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഇനി അല്ലെങ്കിൽ ഇത് ഓരോന്ന് 6 മാർക്കിനും 5 മാർക്കിനും ചോദിച്ച് കാണാറുണ്ട്. അറിയാലോ എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നുള്ള, സാമൂഹിക ബഹിഷ്കരണം അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. ചില വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ സമൂഹത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹ്യ ബഹിഷ്കരണം അല്ലെങ്കിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതൊരു എസ് എ ടോപ്പിക്കാണ്. ദെൻ ഇതിലൂടെ അവസരങ്ങളും അവകാശങ്ങളും വിഭവങ്ങളും ലഭിക്കാതെ വരുന്നുണ്ട്. ജാതി, മതം, ലിംഗം, വൈകല്യം, ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങൾ ഇതിനൊരു ഉദാഹരണമായിട്ട് കൊടുക്കാം. അതുപോലെ സോഷ്യൽ ഇനീക്വാലിറ്റി. അറിയാലോ, സാമൂഹിക വിഭവങ്ങൾ അസന്തുലിതമായി വിതരണം ചെയ്യപ്പെടുന്ന സാമൂഹിക വിഭവങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് അസമത്വം നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത്. ഇത്തരം സാമൂഹിക വിഭാഗങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഇക്കോണമിക് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ ഓരോന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തൊരു എസ് എ ടോപ്പിക്കാണ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. ഡിസ്കസ് ദി മേജർ മൂവ്മെൻറ്റ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ്. സ്ത്രീകളുടെ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രപരമായ വികാസം വിശദീകരിക്കുക. പ്രധാന പ്രസ്ഥാനങ്ങളും അവയുടെ സ്വാധീനവും എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. ഇതൊരു പ്രധാനപ്പെട്ട ഒരു എസ് എ ടോപ്പിക്കാണ് കേട്ടോ. സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻസിന് മുന്നേ അവർ നേരിട്ട പ്രശ്നങ്ങൾ, അതുപോലെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് മുന്നിൽ അവരുടെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താം. രാജാറാം മോഹൻ റോയ് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. രാജാറാം മോഹൻ റോയിയുടെ ദെൻ സതി വിരുദ്ധ പോരാട്ടങ്ങൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ ബ്രഹ്മ സമാജ് എവിടെ സ്ഥാപിക്കുന്നത്, ബംഗാളിലാണ്. ദെൻ 1928 അദ്ദേഹം സ്ത്രീകളുടെ പദവി പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തൊരാളാണ് ഗോവിന്ദ റാനഡ് ഗോവിന്ദ റാനഡ്. അദ്ദേഹം ബോംബെയിൽ വിധവകൾക്ക് വീണ്ടും റീമാരേജിന് വേണ്ടി വിവാഹം കഴിക്കാം അതിനു വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അടുത്തൊരു വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം ഇസ്ലാം റിലീജിയനിലെ ഒരു സോഷ്യൽ റിഫോമറാണ്. അദ്ദേഹം ഇസ്ലാം മതത്തിനകത്ത് ഒരുപാട് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്തൊരാൾ ജ്യോതിബ ഫൂലെ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഓപ്പറേഷൻ ഇൻ മഹാരാഷ്ട്ര. നമ്മുടെ ജാതിയിലെ ലിംഗപീഡനങ്ങൾക്കെതിരെ പോരാട്ടം നയിച്ച വ്യക്തിയാണ്. സത്യാന്വേഷണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് സത്യശോധക് സമാജ് ഓർഗനൈസേഷൻ രൂപം നൽകിയിട്ടുണ്ട്. അടുത്തൊരു എസ് എ ടോപ്പിക്കാണ് മക്കളെ സിവിൽ സൊസൈറ്റി. നമ്മുടെ പൗര സമൂഹത്തിൽ നിന്ന് നമുക്കൊരു എസ് എയോ അല്ലെങ്കിൽ ഷോർട്ട് എസ് എന്തായാലും ആ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് സിവിൽ സൊസൈറ്റി അറിയാലോ? സർക്കാരിൻ്റെയോ വിപണിയുടെയോ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും ഉൾപ്പെടുന്ന ഒരു മേഖലയെയാണ് എന്തെന്ന് പറയുന്നത്, സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അറിയാലോ, വളണ്ടറിലി മെമ്പർഷിപ്പ്, നമുക്ക് സ്വമേധയാ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അംഗത്വം അവിടെ പോയിട്ട് വാങ്ങിക്കാം, അല്ലാതെ യാതൊരു നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി സ്റ്റേറ്റ്, പ്രൊമോട്ട്സ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതേപോലെ നോൺ പ്രോഫിറ്റ് ഇൻ നേച്ചർ. ഇവിടെ എന്തല്ല, ഇവിടെ പ്രോഫിറ്റ് ലാഭമൊന്നുമല്ല, ഇവിടെ ഒന്നെങ്കിൽ സർവീസ് അല്ലെങ്കിൽ അവയർനെസ് ആണ് ഇവിടെ. ദെൻ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെമോക്രസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ് എ ടോപ്പിക്കായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എന്തായാലും മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. ഈ എസ് എകളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.